നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് ശ്രീധർ. പ്രധാന വാർത്തകൾ. സഹകരണ ഓണം വിപണിയിലേക്ക് കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ. നടപടി പരാതികളെ തുടർന്ന്. ഗ്രാമവിശുദ്ധി വിളിച്ചോതി ജയഗിരി വികാസ് ക്ലബിൽ ഓണാഘോഷം. കോഴ മണ്ണങ്ങാട് റോഡിന്റെ പുനർനാമകരണം കടലാസിൽ. അന്യസംസ്ഥാന തൊഴിലാളികൾ ജീവൻ പണയപ്പെടുത്തി ഓട്ടോയാത്ര. സ്വർണ്ണവില ഉയർന്നു തന്നെ. ശനിയാഴ്ച വില 2885 എത്തി. വാർത്തകൾ വിശദമായി. സഹകരണ ഓണം വിപണിയിലേക്ക് കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ. നടപടി പരാതികളെ തുടർന്ന്. കുറവിലങ്ങാട് സഹകരണ ഓണം വിപണിയിൽ തിങ്കളാഴ്ച മുതൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യും. സഹകരണ ഓണം വിപണി വീണ്ടും സജീവമാകുന്നതിന്റെ നടപടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ആദ്യ ദിനങ്ങളിൽ സഹകരണ ഓണം വിപണിയിലേക്ക് അവശ്യ വസ്തുക്കൾ പോലും ആവശ്യത്തിന് എത്തിക്കാതിരുന്ന അധികൃതർ കഴിഞ്ഞ ദിവസം കുറവലങ്ങാട് നീഴൂർ മരങ്ങാട്ടൂട് മേഖലയിലെ സഹകരണ ഓണം വിപണിയിലേക്ക് ആവശ്യത്തിന് ഭക്ഷ്യവസ്തുക്കൾ നൽകിയാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. കുറവലങ്ങാട് സഹകരണ ബാങ്കിനോടനുബന്ധിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ആരംഭിച്ച സഹകരണ ഓണം വിപണി ആദ്യ ദിനം തന്നെ ശർക്കരയും പയറും ഇല്ലാതായ സാഹചര്യമായിരുന്നു. കുറവലങ്ങാട്ടെ സഹകരണ ഓണം വിപണിയിലേക്ക് 100 കിലോയിൽ താഴെ മാത്രമാണ് ശർക്കര അനുവദിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം എണ്ണയും പയറും പഞ്ചസാരയും അടക്കമുള്ള അത്യാവശ്യ വസ്തുക്കൾ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ വിതരണ നടപടികൾ ആരംഭിക്കാനാണ് കുറവലങ്ങാട് സഹകരണ ബാങ്ക് ഓണം വിപണിയുടെ തീരുമാനം. പൊതു കമ്പോളത്തിലെ വിലയേക്കാൾ പകുതിയോളം വില കുറഞ്ഞു ലഭിക്കുന്നു എന്നുള്ളതാണ് സഹകരണ ഓണം വിപണിയിലേക്ക് ആളുകളെ ആകർഷിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത്. ഇതിലുപരി റേഷൻ കടകളിലെ പഞ്ചസാര ഒഴികെയുള്ള വില കുറഞ്ഞ ഉൽപ്പന്നങ്ങളുടെ ലഭ്യമാക്കൽ BPL കാർഡുകളിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ആ വിലക്കുറവ് ലഭ്യമാകാത്ത സാഹചര്യം പരിഗണിച്ചാണ് കൂടുതൽ പേരും ഓണവിപണിയിലേക്ക് എത്തുന്നത്. ത്രിവേണി മാർക്കറ്റിലെ അതേ വിലയിലാണ് സഹകരണ ഓണവിപണിയിൽ ഭക്ഷ്യവസ്തുക്കൾ നൽകുന്നത്. ജയേരി, കുത്തരി, ചെറുപയർ, പയർപ്പരിപ്പ്, ശർക്കര തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് ലഭിക്കുന്നത്. 1 കിലോ കുത്തരിക്ക് പൊതുവിപണിയിൽ 32-35 രൂപ വില നിൽക്കുമ്പോൾ 16 രൂപയ്ക്കാണ് ഓണ സഹകരണ വിപണിയിൽ അരി ലഭ്യമാകുന്നത്. 5 കിലോ അരി എന്ന നിബന്ധന വെച്ചതൊഴിച്ചാൽ ഓണവിപണി സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഓണാഘോഷം കെങ്കേമമാക്കാനുള്ള വലിയ അവസരം തന്നെയാണ് സമ്മാനിക്കുന്നത്. ഗ്രാമവിശുദ്ധി വിളിച്ചോതി ജയഗിരി വികാസ് ക്ലബിൽ ഓണാഘോഷം. അക്ഷരാർത്ഥത്തിൽ ആഘോഷങ്ങൾ നാടിനെ ഉത്സവാന്തരീക്ഷത്തിലാക്കി. വേർതിരിവുകൾ മറന്ന് ഗ്രാമം ഒന്നിക്കുന്നത് അഭിനന്ദനാർഹമെന്ന് അതിഥികൾ. നാട്ടിൻപുറങ്ങളിലെ നിഷ്കളങ്കതയുടെയും ഗ്രാമവിശുദ്ധിയുടെയും നേരുദാഹരണവുമായാണ് തോട്ടുവ ജയഗിരി വികാസ് ക്ലബിൽ ഓണാഘോഷ പരിപാടികൾ നടത്തിയത്. ജാതിമത ചിന്തകളും രാഷ്ട്രീയ വിഭാഗീയതയും പ്രായപരിധികളുമൊക്കെ മാറ്റിവെച്ച് ആബാലവൃത്തം ജനങ്ങളും ആഘോഷങ്ങളിലും മത്സരങ്ങളിലും പങ്കെടുത്തപ്പോൾ ഗ്രാമം അക്ഷരാർത്ഥത്തിൽ ഓണാഘോഷത്തിന്റെ ലഹരിയിൽ അമരുകയായിരുന്നു. വികാസ് ക്ലബിന്റെയും വികാസ് ലൈബ്രറിയുടെയും ബാലവികാസ് ക്ലബിന്റെയും മഹിളാ വിഭാഗത്തിന്റെയും കർഷക വേദിയുടെയും നേതൃത്വത്തിലായിരുന്നു നാടിന്റെ ഒറ്റക്കെട്ടായുള്ള ഓണാഘോഷ പരിപാടികൾ. ആഘോഷ പരിപാടികളുടെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാകായിക മത്സരങ്ങൾ നടന്നു. മത്സരങ്ങളിൽ ഒന്നിനൊന്ന് മികവ് പുലർത്തിയവയായിരുന്നു എന്നത് വിധികർത്താക്കൾക്ക് പോലും സന്തോഷപ്രദമായിരുന്നു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും മിമിക്സ് പരേഡും അരങ്ങേറി. ക്ലബ് ഭാരവാഹിയും ആഘോഷ പരിപാടികളുടെ കോർഡിനേറ്ററുമായ KC തോമസ് കല്ലുവേലിൽ, സജി തോമസ്, അപ്പച്ചൻ നിരപ്പേൽ, PM ജോസഫ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ. അക്ഷരാർത്ഥത്തിൽ നാടിന് കുടുംബ സംഗമത്തിന്റെ പ്രതീതിയായിരുന്നു ഓണാഘോഷ പരിപാടി. മാതാപിതാക്കളും കുട്ടികളും ഒരുമിച്ച് മത്സരിച്ചും ഭക്ഷണം കഴിച്ചും പായസസദ്യയിൽ പങ്കെടുത്തു നടത്തിയ ആഘോഷ പരിപാടികൾ നാടിന്റെ ഐക്യവും കെട്ടുറപ്പുമാണ് യഥാർത്ഥത്തിൽ വിളിച്ചോതിയത്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്ന സമാപന സമ്മേളനത്തിൽ ജയഗിരി ക്രിസ്തുരാജപള്ളി വികാരി ഫാദർ സിറിയക് തടത്തിൽ ആമുഖ പ്രഭാഷണം നടത്തി. PM ജോസഫ് അധ്യക്ഷത വഹിച്ചു. KV ജോർജ്, തോമസ് കല്ലുവേലിൽ, ലിൻസി തുടങ്ങിയവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും നടന്നു.
കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം കേൾക്കുകയും ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഈ അവസരത്തില് എനിക്ക് തോന്നുന്നത് ഒരു കാര്യം മാത്രമാണ്. അതായത് നമുക്കറിയാം, നമ്മള് വർഷം തോറും ഇതുപോലെ വർഷത്തിൽ ഒരു ദിവസം കേരളീയര് മലയാളികള് നമ്മള് ഓണം ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ എന്തുമായിക്കൊള്ളട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പ്രസക്തമാകുന്നത് ഒരു കാര്യത്തിലാണ്. കാരണം നമുക്ക് നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്കൊക്കെ ഒന്നിച്ചു കൂടുവാനായിട്ടും നമുക്ക് സന്തോഷം പങ്കുവയ്ക്കുവാനായിട്ടും ഒക്കെയുള്ള ഒരു അവസരമാണ് നമ്മളെ സംബന്ധിച്ച് ഈ ഓണം. കോഴ മണമ മണ്ണക്കനാട് റോഡിന്റെ പുനർനാമകരണം കടലാസിൽ ക്രാന്തദർശിയും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്ന നിധീരിക്കൽ മാണിക്കത്തനാരുടെ പേര് നൽകാനുള്ള നടപടികളാണ് ഇനിയും എങ്ങുമെത്താത്തത്. കുറവലങ്ങാട് മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കോഴ മണമ മണക്കനാട് റോഡ് ക്രാന്തദർശിയും വിദ്യാഭ്യാസ പ്രവർത്തകനും ആയിരുന്ന നിധീരിക്കൽ മാണിക്കത്തനാരുടെ പേരിൽ പുനർനാമകരണം ചെയ്യാനുള്ള നടപടികൾ വൈകുന്നു. കോഴ മണമ മണക്കനാട് റോഡിന് നിധീരിക്കൽ മാണിക്കത്തനാരുടെ തറവാട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്ന പ്രത്യേക പരിഗണന നൽകിയാണ് മാണിക്കത്തനാരുടെ പേര് നൽകാൻ തീരുമാനിച്ചത്. ജനകീയമായി ഈ ആവശ്യം അംഗീകരിക്കാൻ മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ് തീരുമാനമെടുത്തത്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഇത് സംബന്ധിച്ച പ്രമേയം പാസാക്കി ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറിയിരുന്നു. മോൻസ് ജോസഫ് എംഎൽഎയും ഈ ആവശ്യം സംബന്ധിച്ച് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഉറപ്പും തീരുമാനങ്ങളും ഇനിയും എങ്ങുമെത്താത്ത സാഹചര്യമാണുള്ളത്. ലക്ഷക്കണക്കായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് അവസരം നൽകി മുൻ രാഷ്ട്രപതി ഡോക്ടർ കെ.ആർ. നാരായണനടക്കം സംഭാവന ചെയ്യാൻ കഴിഞ്ഞ കുറവലങ്ങാട് സെന്റ് മേരീസ് ബോയ്സ് ഹൈസ്കൂളിന്റെ സ്ഥാപകനും കുറവലങ്ങാട് മർത്തമറിയം ഫോറാനപ്പള്ളി വികാരിയും ബഹുഭാഷാ പണ്ഡിതനും ക്രാന്തദർശിയുമായിരുന്ന നിധീരിക്കൽ മാണിക്കത്തനാരുടെ ജന്മം കൊണ്ട് കോഴ പ്രദേശം അനുഗ്രഹീതമാണ്. മലയാളിയുടെ മാധ്യമ സങ്കല്പങ്ങൾക്ക് അച്ചടി മഷി പുരട്ടി ദീപിക പത്രത്തിന് തുടക്കമിട്ട വ്യക്തി എന്ന നിലയിലും നിധീരിക്കൽ മാണിക്കത്തനാർ പ്രത്യേകം സ്മരണീയനാണ്. വിദ്യാഭ്യാസ മേഖലയ്ക്കൊപ്പം മാധ്യമ മേഖലയും ഈടുറ്റ സംഭാവനകളാണ് നിധീരിക്കൽ മാണിക്കത്തനാർ നൽകിയിരിക്കുന്നത്. മാണിക്കത്തനാർക്ക് ജന്മം നൽകാൻ കഴിഞ്ഞ കുറവലങ്ങാട് അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ സ്മാരക പദ്ധതികളോ അദ്ദേഹത്തിന് അനുസ്മരണാർത്ഥമുള്ള പ്രവർത്തനങ്ങളോ കാര്യമായി നടക്കുന്നില്ല. കോഴ മണമ മണക്കനാട് റോഡിന്റെ പാർശ്വത്താണ് നിധീരിക്കൽ മാണിക്കത്തനാരുടെ ജന്മഗ്രഹം. ഇത് പരിഗണിച്ചാണ് കോഴ മണമ മണക്കനാട് റോഡിന് നിധീരിക്കൽ മാണിക്കത്തനാരുടെ പേര് നൽകി അദ്ദേഹത്തെ ആദരിക്കണമെന്ന ജനകീയ ആവശ്യം ഉയർന്നത്. ഈ ആവശ്യം അംഗീകരിച്ചിട്ട് തന്നെ വർഷങ്ങൾ പിന്നിടുകയാണ്. കോഴ പാല റോഡിലേക്കുള്ള ബൈപ്പാസ് റോഡായാണ് കോഴ മണമ മണക്കനാട് റോഡിനെ സാധാരണ കണ്ടുവരുന്നത്. ഈ റൂട്ടിൽ ബസ് സർവീസ് ആരംഭിക്കുന്നത് അടക്കമുള്ള ക്രമീകരണങ്ങളും വികസന പ്രവർത്തനങ്ങളും നടത്തണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും ഇതും അധികൃതർ ഇനിയും ചെവിക്കൊണ്ടിട്ടില്ല. അന്യസംസ്ഥാന തൊഴിലാളികൾ ജീവൻ പണയപ്പെടുത്തി ഓട്ടോയാത്ര. പെട്ടി ഓട്ടോറിക്ഷകളിലാണ് കന്നുകാലികളെ കൊണ്ടുപോകുന്നത് പോലെ അന്യസംസ്ഥാന തൊഴിലാളികൾ യാത്ര ചെയ്യുന്നത്. മിനി ലോറികളിലും ഇത്തരം യാത്രകൾ സാധാരണം. തമിഴ്നാട്ടിൽ നിന്ന് കന്നുകാലികളെ കുത്തിനിറച്ചു കൊണ്ടുവരുന്നത് പോലെ യാത്രക്കാരെ കുത്തിനിറച്ചു പോകുന്ന പെട്ടി ഓട്ടോറിക്ഷയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഏറെ ഗതാഗത തിരക്കേറിയ MC റോഡിലെ ഒരു സാധാരണ കാഴ്ചയാണിത്. അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായി ഈ നാട്ടിൽ എത്തിയതോടെയാണ് ഇത്തരത്തിലുള്ള ജീവൻ മരണ പോരാട്ടം വിളിച്ചോതുന്ന യാത്ര സാധാരണമായിരിക്കുന്നത്. നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള ഈ യാത്ര സാധാരണമാണെങ്കിലും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് മിനി ലോറിയിൽ യാത്രക്കാരെ കുത്തിനിറച്ച് കാണക്കാരിൽ നിന്നെത്തിയ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്ത ചരിത്രം കുറവലങ്ങാട് പോലീസ് സ്റ്റേഷനിലുണ്ട്. എന്നാൽ അടുത്ത കാലത്തെങ്ങും ഇത്തരത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനോ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനോ അധികമാരും തയ്യാറായിട്ടില്ല. സ്കൂൾ യാത്ര നടത്തുന്ന വിദ്യാർത്ഥികളുടെ വാഹനങ്ങൾ പരിശോധിക്കുന്ന അധികൃതർ മുതിർന്നവർ നടത്തുന്ന നിയമ ലംഘനം കണ്ടില്ലെന്ന് നടിക്കുന്ന സാഹചര്യമാണുള്ളത്. ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചു പോയാൽ നഷ്ടപ്പെട്ടേക്കാവുന്ന ജീവനുകളുടെ എണ്ണം വാഹനത്തിന് അനുവദിച്ചിരിക്കുന്ന യാത്രക്കാരുടെ 10 മടങ്ങ് ഇരട്ടിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്യസംസ്ഥാന തൊഴിലാളികൾ എന്തു വില കൊടുത്തും 10 പണമുണ്ടാക്കണമെന്ന നിലയിൽ ജീവൻ ബലി കൊടുത്തും ജോലി ചെയ്യുന്ന സാഹചര്യമാണ് ഈ മേഖലയിലുള്ളത്. എന്നാൽ അധികൃതരുടെ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്കാവും ഇത്തരത്തിൽ ഭീഷണി ഉയർത്തുന്ന യാത്രകൾ കൊണ്ടെത്തിക്കുക എന്ന് അധികൃതർക്കും അറിയായികയല്ല. ഗ്രാമീണ മേഖലകളിലും ഇത്തരം യാത്രകൾ അന്യമല്ല. ഗ്രാമീണ മേഖലയിലെ ഒരു റോഡിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. സ്വർണ്ണവില ഉയർന്നു തന്നെ. ശനിയാഴ്ച വില 2885-ലെത്തി. ചിങ്ങമാസത്തിലെ വിവാഹാഘോഷങ്ങൾ മുതലെടുക്കാനാണ് സ്വർണ്ണവിലയിലെ വർധനമെന്ന് വിലയിരുത്തൽ.
സംസ്ഥാനത്ത് സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിലേക്ക്. ഗ്രാമിന് 2885 രൂപയാണ് ഇന്നത്തെ വില. ആഗോള വിപണിയിലെ വർധനവും രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവുകളുമാണ് സ്വർണ്ണവിലയിലെ വർധനവിനുള്ള ഒരു കാരണം. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം ഔൺസിന് $1670 വില. കഴിഞ്ഞ ഒരാഴ്ചയായി സ്വർണ്ണവിലയിൽ വർധനവ് അനുഭവപ്പെടുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. രാജ്യാന്തര തലത്തിൽ 2 മാസത്തിനുള്ളിൽ 3% വിലവർധനവുണ്ടായി. അമേരിക്കയിൽ സാമ്പത്തിക പരിഷ്കാരവുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഈ ആഴ്ച ഉണ്ടാകും എന്നതിന്റെ ചുവടുപിടിച്ചാണ് ആഗോളതലത്തിൽ സ്വർണ്ണവില കുതിക്കുന്നതെന്ന് പറയപ്പെടുന്നു. തന്നെയുമല്ല, ഇന്ത്യയിൽ ഇപ്പോൾ ഉത്സവ സീസൺ ആയതുകൊണ്ട് സ്വർണ്ണത്തിന് ഡിമാൻഡ് വർദ്ധിച്ചതും വിലവർധനവിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇനി ഒരു ഇടവേള.